മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെ വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നുവെന്ന് സിപിഐഎം കേന്ദ്ര നേതൃത്വം. കേന്ദ്ര ഏജൻസികളെ ബിജെപി രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുവെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം പറഞ്ഞു. From the very beginning, we are saying how the central agencies, how various agencies are being utilized against Chief Minister's office, Chief Minister's family, Chief Minister himself. If there's anything that they will take the legal recourse and will fight it, no problem. ദീപക് ധർമ്മടമുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി മധുരയിൽ നിന്ന്. ദീപക്, ഇപ്പോൾ SFI കുറ്റപത്രത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ഇത്തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടാകുക. ഇപ്പോൾ ജാർഖണ്ഡിലും ഡൽഹിയിലും ഒക്കെ ഈ BJPയുടെ എതിർചേരിയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിമാരെ ആയാലും മറ്റ് മന്ത്രിമാരെയും നേരിടാൻ അവർ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇതിനകം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സ്ഥിതി കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തെ SFI കുറ്റപത്രത്തെ ഏത് രീതിയിലാണ് പാർട്ടി കോൺഗ്രസ് നോക്കിക്കാണുന്നത്? എന്തൊക്കെ പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നത്? കീർത്തന, പാർട്ടി കോൺഗ്രസിലെ രണ്ടാം ബ്രീഫിംഗ് ആണ് ബംഗാൾ സെക്രട്ടറിയും PB അംഗവുമായ മുഹമ്മദ് സലീം നടത്തിയത്. അതിൽ വളരെ കൃത്യമായി തന്നെ ചോദ്യങ്ങൾക്ക് മറുപടി. ചോദ്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് നേരെ നടക്കുന്ന കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെക്കുറിച്ചായിരുന്നു. അതിൽ കൃത്യമായി അദ്ദേഹം മറുപടി നൽകിയത് ഇത് കേരളത്തിലെ സർക്കാരിനെതിരെ രാഷ്ട്രീയമായൊരു ഗൂഢാലോചന, അതിൻ്റെ ഭാഗമാണ് കേന്ദ്ര ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഉപയോഗിക്കുന്നത്. ഈ കാര്യത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിട്ട് പാർട്ടി മുന്നോട്ട് പോകും എന്നുള്ളതാണ് മുഹമ്മദ് സലീം പറയുന്നത്. അതായത് കേന്ദ്ര ഏജൻസികൾ പലരെയും ലക്ഷ്യം വെച്ച് മുന്നേ പോയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇത്. പ്രത്യേകിച്ചും കേരളത്തിലെ സർക്കാർ ഒരു ദേശീയ തലത്തിലെ ബദലാണ്. മാത്രവുമല്ല, ഇന്ന് പാർട്ടി കോൺഗ്രസിൽ വന്ന പ്രമേയം തന്നെ കേരളത്തിലെ സർക്കാർ ദേശീയ തലത്തിൽ ഒരു ബദലാണ്. വർഗീയ രാഷ്ട്രീയം BJP ദേശീയ തലത്തിൽ പ്രചരിക്കുമ്പോൾ മതേതരത്വത്തിൻ്റെ ഒരു ബദൽ സർക്കാരാണ്. പരിമിതികൾ അനവധിയുണ്ട്. ആ പരിമിതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രം പണം അനുവദിക്കാത്തതാണ്. പക്ഷേ ആ ഘട്ടങ്ങളിലും ക്ഷേമകാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന കേരള സർക്കാരിന് പിന്തുണ നൽകേണ്ടതുണ്ട് രാജ്യത്തെ ജനങ്ങൾ എന്ന് അപ്പീൽ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രമേയം വരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ കേരളത്തിലെ സർക്കാരിനെ കേരളത്തിലെ സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഒരു ഗൂഢാലോചന. ആ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ കേസ്. മാത്രവുമല്ല, ഇത് ഡൽഹിയിലെ ഹൈക്കോടതി ഈ കേസ് വിശദമായി ജൂലൈയിൽ പരിഗണിക്കാനിരിക്കെ ഇത്തരത്തിൽ ഒരു നടപടിയുമായി വരുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് CPIM നേതാക്കൾ എല്ലാം തന്നെ പറയുന്നത്. ഏതായാലും ഇന്ന് പാർട്ടി കോൺഗ്രസിൽ ചർച്ച, അതായത് രാഷ്ട്രീയ പ്രമേയത്തിലുള്ള ചർച്ച തുടരുകയാണ്. ചർച്ച ഇന്ന് വൈകിട്ടോടുകൂടി സമാപിക്കും. അതിനുശേഷം മറുപടിയാണ്. പ്രകാശ് കാരാട്ട് മറുപടി പറയും. 7 മണിയോടുകൂടി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യും. കീർത്തന. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.